വള്ളം കളിച്ചാണ്. ഇതാ ഇവിടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയുണ്ട്. അത് ശ്രീ കുറുപ്പ് സാറാണ്. സാറിന് ഒരു മിനിറ്റ് സംസാരിക്കാവോ? ഈ വള്ളംകളിയുടെ ഒക്കെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളാണ്. എത്രയോ വർഷമായി വള്ളംകളിക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സംഘാടന മികവുമായി അവിടെ കുറുപ്പ് സാർ ഉണ്ടാവും. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദേട്ടനുണ്ട്. ആദ്യം കുറുപ്പ് സാർ, എന്തായി എല്ലാവർക്കും? ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ആഗസ്റ്റ് അവസാനത്തെ ശനിയാഴ്ച, ഓണത്തിന് തൊട്ടുമുമ്പുള്ള ശനിയാഴ്ച, പിന്നെ അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നെഹ്റു ട്രോഫിക്ക് ഈ വർഷം ഇരട്ടി മധുരമാണ്. നെഹ്റു ട്രോഫിക്ക് ഇരട്ടി ആവേശമാണ്. നെഹ്റു ട്രോഫി ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിലെ നെഹ്റു ട്രോഫികളിൽ വെച്ച് ഓണത്തിന് തൊട്ടു മുമ്പ് ഒരു നെഹ്റു ട്രോഫി വരുന്നത് ആദ്യമാണ്. ഞാൻ വെക്കേഷൻ തുടങ്ങി ഒരു 4 നൂറ്റാണ്ടിന് ഉള്ളിൽ വന്നിട്ടില്ല, എന്തായാലും ഈവൻ ഒരു 40 വർഷത്തിനുള്ളിലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്കും നല്ല ആവേശകരമായ ഒരു സമയത്താണ് നെഹ്റു ട്രോഫി അരങ്ങേറുന്നത്. കാലാവസ്ഥയും ദൈവം സഹായിച്ച് വലിയ മോശമാവില്ല എന്ന് വിചാരിക്കുന്നു. വലിയ ചൂടും വലിയ തണുപ്പുമില്ലാത്ത മഴയുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നെഹ്റു ട്രോഫി നടത്താൻ പറ്റും. ആവേശം തീർച്ചയായും അതിൻ്റെ കൊടുമുടിയിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം 0.004 മൈക്രോ സെക്കൻഡ്സ് വിജയിയെ തീരുമാനിച്ചെങ്കിൽ അതിൽ നിന്നൊട്ടും പിന്നിലല്ലാത്ത ഒരു മത്സരം തന്നെ ഇത്തവണയും നടക്കും. അത് ഒരുപക്ഷെ അതിലും അത്ഭുതപ്പെട്ടാലും നമുക്ക് അതിശയിക്കേണ്ടി വരില്ല. വലിയ വാശിയിൽ തന്നെയാണ് വള്ളങ്ങൾ. ഒരു 5-8 വള്ളങ്ങൾ ജയിക്കാൻ മാത്രം വരുന്നവരായതുകൊണ്ടും കമൻറ്റേറ്റർമാർ പറയുന്ന പോലെ പുന്നമടക്കായലിന് തീ പിടിക്കാൻ തന്നെ സാധ്യതയുണ്ട്. വളരെ വലിയ മത്സരം, അത്യന്തം ആവേശകരമായ ഒരു മത്സരം തന്നെ നടക്കും. പിന്നെ വള്ളംകളിയുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞെന്ന്, കഴിഞ്ഞ 4 നൂറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും നല്ല സംഘാടനം കൂടിയാണ് ഈ വർഷത്തെ വള്ളംകളി എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ വലിയ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വള്ളംകളിയെ മാർക്കറ്റ് ചെയ്യാൻ ഇത്തവണ നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരുടെയും വളരെ ലിബറൽ സപ്പോർട്ട് കാരണം അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. വള്ളംകളി വലിയ വിജയിപ്പിക്കും, അതിൻ്റെ മാർക്കറ്റിംഗ് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. വള്ളംകളിക്ക് സ്പോൺസർമാരെ കണ്ടെത്താൻ ഇത്തവണ വലിയ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപക്ഷെ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ നടന്നതിൽ വെച്ച് ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ഏറ്റവും ഗംഭീരമായ വള്ളംകളിയായിരിക്കും. 2025 25 വർഷത്തെ വള്ളംകളിയിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നാളെ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ശരി സാർ. ഇതാ വേറൊരു കുട്ടനാടിന്റെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഓണത്തിന് ന്യൂസ് 18-നൊപ്പം പ്രമോദേട്ടൻ കുറച്ച് അധികം സമയമുണ്ട്. അതൊന്നും അല്ല, പക്ഷെ ഈ ഭാഗത്ത് വന്ന് ഇതൊക്കെ തലേന്ന് ഇങ്ങനെ ഓരോ ഉറപ്പ് വരുത്തുന്നത്, എല്ലാം നന്നായി ഒക്കെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ കുട്ടനാട്ടുകാരുടെ ഒരു മസ്റ്റ് ആണ്. ഞങ്ങളല്ലേ നടത്തുന്നത്, അപ്പൊ പിന്നെ ഉറക്കാതിരിക്കുന്നത്. കുട്ടനാട്ടിലെ ഈ ചവിട്ടിയാൽ ചെളി മാറുന്ന ആ ചെളിയിൽ ഉറച്ചു നിൽക്കാൻ ഈ കുട്ടനാട്ടിലെ മനുഷ്യർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ ഇവിടുത്തെ പരിപാടികൾ മുഴുവൻ ഉറച്ചതായിരിക്കും. ഇവിടുത്തെ നാളെ വരുന്ന കായിക താരങ്ങളുടെ ശരീരവും ഉറച്ചതാണ്, അവരുടെ തുഴ ഉറച്ചതാണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് വൈകുന്നേരം 5:30-ക്ക് ശേഷം പറയാം. പ്രവചനാതീതമാണ്, ഭയങ്കര ഗംഭീരമാണ്. എനിക്ക് അങ്ങനെ ടീം ഈ വർഷം ഇല്ല. അത് വേറെ ചില സാങ്കേതിക കാരണങ്ങളുണ്ടതാണ്. അല്ല ഇല്ലാതിരിക്കുകയല്ല, നമുക്ക് ഓരോ പക്ഷങ്ങളുണ്ടാകും. പക്ഷെ ആ പക്ഷം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് എൻ്റെ സത്യം. ഇപ്പൊ ജയിക്കുന്നവർ കൂടെ അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ മതി. അത് എല്ലാവർക്കും നമ്മളോട് ഭയങ്കര, നമ്മൾ ഈ കയ്യിൽ 5 വിരലിനോട് ചോദിച്ചാൽ എന്ത് പറയും. അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ പറയാൻ പറ്റില്ല, അതാണ് സത്യം. അപ്പൊ ഈ ഇവിടെ അത് കപ്പിന് വേണ്ടി വരുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞു ഈ വർഷം 5 നെഹ്റു ട്രോഫി ഉണ്ടെന്നാ പറഞ്ഞത്. കാരണം അതിന് വേണ്ടി വരുന്നത് എന്തായാലും തികയും തോന്നുന്നില്ല. ആ ടീം ശക്തമായിട്ട് അതുപോലെ ടീമുകളാണ് വരുന്നത്. അപ്പൊ അതിൽ ഒരാളുടെ എന്റെ വാക്കുകൊണ്ട് പോലും അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകരുത്. നാളെ നടക്കാൻ പോകുന്ന മണിക്കൂറുകളല്ലേ ഉള്ളൂ. അതല്ല, വിജയം അനിവാര്യമാണ്. അതിന്റെ ഏറ്റവും ഒരു ചോദിച്ചതിന് ഒരു കൃത്യമായ മറുപടി പറയാം. ബാക്കി വരുന്ന 21 ചുണ്ടൻവള്ളങ്ങളിൽ 20 ചുണ്ടൻവള്ളങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ. മനസ്സിലായത് PBC എന്ന് പറഞ്ഞൊരു ടീമിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് അവരെല്ലാവരും വരുന്നത്. അവരുടെ ഹാട്രിക്ക് തകർക്കുക എന്നുള്ളതാണ്. അപ്പം അവർ ഈ 21 ടീമിൽ 20 ടീമിനോട് മത്സരിക്കാൻ വരുന്നവരാണ് PBC. അപ്പം ഞാൻ പറഞ്ഞ ആര് ജയിക്കണം തോക്കണം എന്നല്ല, അതിലെവിടെ നേര് നടക്കുന്നു, എവിടെ അവരുടെ കായികക്ഷമത എവിടെ വർദ്ധിക്കുന്നു, അവർക്ക് വിജയം നാളെ ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടനാട്ടുകാരുടെ ഒരു അത് മാത്രമല്ല, കുട്ടനാട്ടുകാർക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. വള്ളംകളി കാലം എന്ന് പറഞ്ഞാൽ ഓണക്കാലം അതിഥികളെ സ്വീകരിക്കുന്ന കാലം അല്ലേ? വീടൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? സിനിമാക്കാർ അതിഥികളുണ്ട്, വരുന്നുണ്ട് എല്ലാവരും?
അതെ. അപ്പൊ ഫുഡും കാര്യങ്ങളും പ്രിപ്പറേഷൻ ഒക്കെ എന്നോട്ട് ആൾക്കാരുണ്ടോ? ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. കുഴപ്പമില്ല, വരും നമ്മുടെ കയ്യിലുള്ളതൊക്കെ അനുസരിച്ച്. ശരിക്കും ഒരു ഭയങ്കര ഓണം അല്ലേ? തീർച്ചയായും. ഞാൻ ശരണ്യ, എനിക്കെപ്പോഴും പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ പാക്ക് ചെയ്ത് ഫുഡൊക്കെ ബാഗിലാക്കി വെള്ളമൊക്കെ ആക്കി സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു പരാതിയില്ല നാളെ ദിവസം. നാളെ ഒരു പ്രശ്നമില്ല. അല്ല കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. വേറെ പ്രത്യേകത, ഈ വഴി കൂടെ നമുക്ക് നടക്കാൻ ചേട്ടാ ചോറുണ്ടോ വാ, ചേട്ടൻ ചോറുണ്ടോ വാ, വിളിച്ച് കയറ്റി. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് ഒന്ന് മാറണം. ഒരു വീട്ടിലോട്ട് കണ്ട് അവർ എന്ത് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ വിടുകയല്ല. അതാണ് നമ്മുടെ ആ ഇഷ്ടം എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നും ഇല്ലല്ലോ ഈ വൈബ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതിന് കുറച്ചുകൂടെ ഇതൊന്നും പോരുന്നു. കുറച്ചുകൂടെ ഇതൊക്കെ സംഘാടനം വേണം. വന്നിട്ട് ഇത് അവർ ചെയ്യുന്ന അവർക്ക് സംഘാടകൻ എന്ന് പറയാൻ അവർക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതല്ല, ലോങ് ഉറ്റു നോക്കുന്ന ഒരു പരിപാടിയല്ലേ ഇത്. ഇതിനെ ഇത്രത്തോളം ഭംഗിയാക്കി ഇപ്പോഴും തീർന്നിട്ടില്ല ജോലികളാണ് നടക്കുക. അതൊക്കെ ഫണ്ടിന്റെ ഇതുകൊണ്ടായിരിക്കാം. ആ ഫണ്ട് കൃത്യമായി ഒരു മാസം മുമ്പ് അനൗൺസ് ചെയ്ത സാധനമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇവർ ഇതിനെ സീരിയസ് ആയി കാണുന്നുണ്ട്. എന്നാൽ വേണ്ടുന്ന സീരിയസ് കൊടുക്കാത്ത കുറേ ആളുകളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, എനിക്കൊരു ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. കോഴിമുക്ക് നാരായണാശാരി എന്ന് പറയുന്ന ചുണ്ടമ്പള്ളങ്ങോട് നമ്മൾ എഴുത്തിൽ ഇപ്പം എഴുതാൻ തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ചരിത്രം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മകളുണ്ടെന്ന് പറയെങ്കിലും നാരായണാശാരി മുതലാണ് പറഞ്ഞത്. അവരുടെ ആരുടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തുടക്കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ പങ്കാളിക്കാരനോ അല്ലെങ്കിൽ ഒരു നിലകാരനോ ഒരു 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 മെമ്മൻറ്റോ ഒരു ഈ വർഷത്തെ മികച്ച കോഴിമുക്ക് നാരായണാശാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഞാൻ ജവഹർത്താങ്കരി വെള്ളം തൊഴുമ്പോൾ ഒരു ദക്ഷിണ വെക്കാൻ വേണ്ടി കുറേ വർഷം മുമ്പാണ് ഞാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, പിണ്ടിച്ചങ്ങാടത്തല്ല അന്ന് ഞാൻ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ അവരുടെ കൊച്ചുമക്കൾ പോകാൻ വേണ്ടി ഒരു പാടത്തിനടുക്ക് ഒരൊറ്റ വീടാണ്. 10-18 വെള്ളം കുറേ കുളിര് വരുന്നുണ്ട്. 18 ചുണ്ടമ്പള്ളം അന്നായിട്ട് വന്നിട്ടുണ്ട് അവരുടെ കൊടുക്കുക. ബാക്കി അവരിങ്ങോട്ട് പണിതാണ്. ഇപ്പം 30-32 ചുണ്ടമ്പള്ളത്തിനടുത്തുണ്ട്. അതിലേറിയ ശതമാനം വള്ളം പെടുന്നത് അവർ. ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളൊരു ഒരു വള്ളം ചോദിച്ചിട്ടില്ല. ഒരു വെള്ളം കയറി കിടന്ന വെള്ളത്തിൽ വെള്ളം തേയിപ്പറ്റിച്ച് മുട്ടറ്റം വെള്ളത്തിൽ ഈ പശുവിന് കാടി കൊടുക്കുന്ന ഒരു ചെരുവ് അത് എടുത്തിട്ട് ആ ചെരുവ് എടുത്തോണ്ട് ഞങ്ങൾ ഒരാൾ തേയിപ്പറ്റിക്കുന്നു, ഞങ്ങൾ നിൽക്കുന്നു. ആ വീട്ടിൽ ചെല്ലും കാണാൻ മുള ഇങ്ങനെ അടുക്കിയിട്ട് അതുകൊണ്ട് ചെങ്ങാടാം. ഞങ്ങൾ സംസാരിച്ച് എനിക്ക് ഇവർ തൊട്ടപ്പുറത്ത് ഒരു 100-150 മീറ്റർ ദൂരെ അവരുടെ കൊച്ചുമകൾ സ്കൂളിൽ പോയിട്ടും ബാഗ് നോക്കി ഈ പിണ്ടിച്ചങ്ങാടം പോലത്തെ ഈ ചുണ്ടൻവള്ളങ്ങൾ പണിത ആള്. അപ്പോൾ ഞാൻ വേറെ ആര് പണിയുന്നുണ്ടെന്ന് ഇവിടെ. ആ ഞെട്ടിൽ നിന്ന് പോയതല്ലേ ഉള്ളൂ. ആ ഒരൊറ്റ ഞെട്ടിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഓർക്കാൻ വേണ്ട ഒരു ആദരവ് അല്ലേ? തീർച്ചയായും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മെമ്മൻറ്റോ അല്ലെങ്കിൽ ഒരാൾക്ക് അവരുടെ കോഴിമുക്ക് നാരായണാശാരിയുടെ സ്മരണാർത്ഥം ഈ വർഷത്തെ മികച്ച ഇന്നത അല്ലെങ്കിൽ മികച്ച പങ്കായക്കാരൻ അല്ലെങ്കിൽ മികച്ച നിലകാരൻ അല്ലെങ്കിൽ മികച്ച ആർക്കെങ്കിലും ഒരെണ്ണം കൊടുത്ത് ഇവിടെ മാസ്റ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ മാസ്റ്ററിന്റെ പേരിലാണ് എങ്ങനെ കൊടുക്കാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്. അത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ വർഷം ഒരു കുട്ടനാട്ടുകാരന്റെ വള്ളംകളി സ്നേഹിയുടെ ന്യായമായ ആവശ്യം, അതൊരു ആവശ്യമായി ഉയർന്നു വരേണ്ടതുമാണ് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ആദരിക്കപ്പെടേണ്ട ആളുകളെല്ലാം തന്നെ വള്ളംകളിയുടെ ചരിത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തികളാണ് അവരെല്ലാം. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ആദരിച്ചും ഒപ്പം തന്നെ മികച്ച രീതിയിൽ സംഘാടനം ഒരുക്കിയും വള്ളംകളി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും ഒരുപോലെ പങ്കുവെക്കുന്നത്. സജിത്ത്, അതാണ് ശരണ്യ, ശ്രീജ, ഒപ്പം പ്രമോദ് വെളിയനാട് കൂടിയാണ് അവിടെ ഉള്ളത്. വള്ളംകളിയുടെ ആവേശത്തിലേക്കാണ് അവിടെ. ആലപ്പുഴയ്ക്ക് അതൊരു ഉത്സവമാണ് എല്ലാ അർത്ഥത്തിലും. നിരവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്നു. ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത് കൂടിയാണ് അവിടെ പങ്കുവെക്കപ്പെട്ട ഒരു പൊതുവികാരം. എന്തായാലും ആലപ്പുഴ പുതിയ ആവേശത്തിലേക്കാണ്. നാളെ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയും ചെയ്യും.